നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒരു നടപടിയുമാകാതെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്. ഈ രക്ഷാപ്രവർത്തന കേസ് അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് SIT കഴിഞ്ഞ ദിവസം പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നീക്കം നടക്കുകയാണ്. അതായത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാമർശങ്ങൾ ഈ പുതുക്കിയ റിപ്പോർട്ടിൽ ഉണ്ട്. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ് കേന്ദ്രീകരിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നത് സംബന്ധിച്ച വിവരങ്ങളടക്കമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് MR അജിത് കുമാറിന് DGP റവാഡ ചന്ദ്രശേഖർ കത്ത് നൽകിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിച്ച് കത്ത് നൽകിയിരിക്കുകയാണ് അജിത് കുമാറിന്. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന നിർദ്ദേശത്തോടെയാണ് DGP ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. മറുപടി പരിശോധിക്കും. അതിനുശേഷം വകുപ്പ് തല നടപടി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം ശുപാർശ ചെയ്ത് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് കൈമാറും. നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കുകയാണ്, അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ യാതൊരു ഇടപെടലും ഉണ്ടാകില്ല, പക്ഷെ റിപ്പോർട്ട് വന്നാൽ അതിൽ എടുക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്. കേസ് അട്ടിമറിക്കുന്നതിൽ അജിത് കുമാറിന്റെ പങ്ക് തെളിഞ്ഞാൽ ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇരുവരും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിലെ അമിത അധികാര ശക്തിയായി അജിത് കുമാർ പ്രവർത്തിച്ചെന്നും സർക്കാർ വിലയിരുത്തൽ. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടി വന്നാൽ DGP റാങ്കിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു പ്രമോഷൻ അല്ലെങ്കിൽ അടുത്തൊരു പദവിയിലേക്ക് പോവുക വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയിൽ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ ഇടപെട്ടു എന്ന ഒരു ആരോപണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് SIT മുൻപ് നൽകിയത്. അജിത് കുമാറിനെതിരായ ഗൗരവമുള്ള നടപടിക്ക് പര്യാപ്തമായ വിവരങ്ങൾ അതിലുണ്ടായിരുന്നില്ല. 5 സംശയങ്ങൾ DGP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയും റിപ്പോർട്ട് മടക്കി അയക്കുകയും ചെയ്തു. പിന്നാലെയാണ് ADGP അജിത് കുമാറിനെ പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കേസ് ഡയറി തിരുത്തിയതടക്കം സ്വന്തം ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലുകളിൽ അജിത് കുമാറിനുള്ള പങ്കുകൂടി വ്യക്തമാക്കിയാണ് വീണ്ടും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ സംഘത്തിന്റെ അതിക്രമം അന്വേഷിച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP മറ്റൊരു ഉദ്യോഗസ്ഥനെയും അജിത് കുമാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു പകൽ അവിടെ നിർത്തിയതും ഗ്രേഡ് SIമാർ കേസ് ഡയറി തിരുത്തിയതും സംബന്ധിച്ച മൊഴി SITക്ക് കിട്ടുകയായിരുന്നു. ഉയർന്ന റാങ്കുള്ള DYSP അന്വേഷിച്ച കേസ് ഗ്രേഡ് SIമാർ തിരുത്തണമെങ്കിൽ അത് ADGP അജിത് കുമാറിന്റെ ഇടപെടൽ കാരണമാണ് എന്നൊരു നിഗമനമുണ്ട്. ആ ഒരു നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻ ADGPയുടെ കൂടി കേന്ദ്രീകരിച്ച അന്വേഷണം എത്തിയത്. അതേസമയം അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം ഇപ്പോൾ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അഗ്നിരക്ഷാസേന മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുകയാണ്. അത്തരത്തിൽ വിരമിക്കുമ്പോൾ ADGPമാരിൽ ഏറ്റവും സീനിയർ എന്ന നിലയിൽ DGP റാങ്ക് കിട്ടേണ്ടത് അജിത് കുമാറിനാണ്. ജയിൽ ADGP S ശ്രീജിത്താണ് സീനിയോറിറ്റിയിൽ 2ാമൻ. സീനിയോറിറ്റി പട്ടികയ്ക്ക് രൂപം നൽകി സ്ഥാനക്കയറ്റത്തിന് ശുപാർശ ചെയ്യാൻ വർഷത്തിലൊരിക്കൽ ഒക്ടോബർ നവംബർ മാസങ്ങളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നത്. സർവീസ് ചട്ടങ്ങൾ പ്രകാരം 3 കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം തടയാം. എന്താണ് ആ 3 കാരണങ്ങൾ? ഒന്നാമത്തത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം തടയാവുന്നതാണ്. കുറ്റങ്ങൾ ചുമത്തി മെമ്മോ നൽകിയുള്ള വകുപ്പ് തല നടപടിയോ ക്രിമിനൽ കേസിൽ പ്രതിയാവുകയോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്താൽ ഇത്തരത്തിൽ ഒരു സ്ഥാനക്കയറ്റം തടയാവുന്നതാണ്. എന്തായാലും അജിത് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണതകൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം. അതേസമയം ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം, അതായത് ഈ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. രേഖകൾ തിരുത്താൻ ഓഫീസിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും MR അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക്
അനൗദ്യോഗിക വിശദീകരണം നൽകി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ജീവനക്കാർ ഇടപെട്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതേസമയം ADGP അജിത് കുമാർ പറഞ്ഞിട്ടാണ് തിരുത്തൽ നടത്തിയതെന്നാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അജിത് കുമാറിനെതിരെ മുൻ അന്വേഷണ സംഘത്തിന്റെ മൊഴി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. അജിത് കുമാർ തങ്ങളെ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അജിത് കുമാർ വിളിപ്പിച്ചതെന്നും ഓഗസ്റ്റ് 12, 13, 14, 15 തീയതികളിലായി പോലീസ് ക്ലബ്ബിൽ താമസിപ്പിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടതെന്നുമാണ് വിവരം. ദുരന്തം കഴിഞ്ഞ സമയമായതിനാൽ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടില്ലെന്നും ആരും അറിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞതായും മൊഴിയുണ്ട്. MR അജിത് കുമാർ മോശമായി പെരുമാറിയെന്നും ഒരു SI മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് തനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഇത് തെളിയിക്കാനുള്ള മെഡിക്കൽ റിപ്പോർട്ടും SIT സമർപ്പിച്ചിരുന്നു. അതേസമയം എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ വാദം, അതായത് നടപടി വൈകുന്നതിൽ സാങ്കേതിക തലമുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വെച്ച വാദം. റിപ്പോർട്ട് DGPക്ക് മുന്നിലാണെന്നും സർക്കാരിന് മുന്നിൽ എത്തിയില്ലെന്നും നടപടിക്രമം തീരണമെന്നുമാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും നടപടി വൈകുന്നുവെന്ന റിപ്പോർട്ടുകളിൽ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നടപടിയെടുക്കുമ്പോൾ അറിഞ്ഞാൽ മതി മാധ്യമങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. SIT റിപ്പോർട്ട് നിലവിൽ DGPക്ക് മുന്നിലാണുള്ളത്. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നടപടിയെടുക്കാനാകില്ലെന്നും VD സതീശൻ പറഞ്ഞു. MR അജിത് കുമാറിന്റെ കേസിൽ പല കാരണം കൊണ്ടും പലർക്കും പല ധൃതിയും ഉണ്ടാകും. പക്ഷേ നടപടിക്രമം തീരണം. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ടത് മാധ്യമങ്ങളല്ല, മാധ്യമങ്ങൾ നടപടിയെടുക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. എന്തായാലും റിപ്പോർട്ട് മടക്കിയപ്പോൾ വിശദീകരണം വരെ ചോദിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അടുത്ത നടപടികളിലേക്ക് കടക്കുമോ, എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്കുന്നത്, കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.